അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു അപ്പം റെഡിയാക്കിയെടുക്കാം. മൈദ വെച്ചാണ് അപ്പം ഉണ്ടാക്കുന്നത്. നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ അപ്പം റെഡിയാക്കി കിട്ടും. പെട്ടെന്നൊക്കെ ഫുഡ് ഇങ്ങനെ റെഡിയാക്കാൻ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ അപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ള മൈദ എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇടുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ എടുക്കുക. തേങ്ങ ഇടണമെന്നുള്ളവർക്ക് തേങ്ങ ഇടാം. ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം അധികം കൂട്ടിയെടുക്കരുത്, കുറച്ചിട്ട് അപ്പം ചുട്ടെടുക്കണം. നല്ല നൈസായിട്ട് ഒരു നേരിയതായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഇത്തിരി കൂട്ടിയെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കുക. അതൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മറിച്ചിടുക. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് അത് മൊരിച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ താഴെക്കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിള്ളേർക്ക് മൈദ എപ്പോഴൊന്നും അങ്ങനെ കൊടുക്കണത് നല്ലതല്ല. വല്ലപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ കുറച്ച് വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ. എളുപ്പത്തിൽ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയുടെ കൂടെയും അല്ലാതെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഇട്ടായിരിക്കും കൂടുതൽ താല്പര്യം. ഹൃദയം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.